ആ സിനിമാക്കാരൻ വാലിബൻ എന്നെ തത്തയായിട്ട് നീ എന്താ കണ്ടേ? ഞാൻ കണ്ടത് പറഞ്ഞിട്ട് ഇനി എന്താ? എനിക്ക് നഷ്ടപ്പെട്ട തിരിച്ചു കിട്ടൂ. നിനക്ക് എന്ത് വൈകുന്നാടി? ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുവന്ന് പറഞ്ഞ് ആശിപ്പിച്ച് പുറകെ നടന്നവൻ ഇപ്പൊ തത്തയെ കണ്ടപ്പോ എന്നെ ചതിച്ച് അവിടെ പുറകെയായി. നിങ്ങളുടെ മുത്തശ്ശി ജാനുവമ്മയ്ക്ക് കുടമാളൂരമ്മ പോലെ അവന് തത്തേന്ന്. ആ പാവം മയങ്ങി നടക്കുക. ഇനി എന്നാണാവോ അവൻ തത്തയെ വിട്ടിട്ട് കുയിലിന്റെ പുറകെ പോവുക. ഇപ്പൊ തത്തേച്ചിയുടെ വലിയ പിത്തനാ വാലിബൻ. ഇതെന്തി നടക്കുന്നവന്റെ ഇതല്ലാതെ വേറെ എന്തോ കിട്ടാനാ? ഗോപുവിന്റെ കത്തുണ്ട്. ദിവസം മറക്കണ്ട, 30-ാം തീയതിയാണെന്ന് ഓർമ്മിപ്പിച്ചിരിക്കുന്നു. ഇതെന്താടാ പേപ്പർ കട്ടിംഗ്? 2 ആഴ്ച മുമ്പ് ഇറങ്ങിയ സൺഡേ സപ്ലിമെന്റിൽ ഒരു വാർത്ത അവൻ അയച്ചിരിക്കുക. വാർത്ത? കട്ട പ്രൊജക്ടറുമായി മൂവർ സംഘം അട്ടപ്പാടിയിൽ. എങ്ങനെയുണ്ട്? പത്രക്കാരന്റെ ക്യാമറ പിടിച്ചു കുറച്ച് വിട്ടില്ലേ? അവൻ കാച്ചിയതായിരിക്കും. നമ്മുടെ ജാതകം മുഴുവൻ വെച്ചടിച്ച് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അരക്കിടക്കുന്ന അരഞ്ഞാണ്. പൊടിയാനാന്നും പറഞ്ഞ് വീട്ടിൽ കയറി വന്ന എന്റെ പെങ്ങൾക്ക് വളയണല്ലടാ തരവന്. എന്റെ മോന് അവളെ കൂടെ പിറപ്പിക്കാനുള്ള ചങ്കൂറ്റോളാണ് കണ്ട വിഴിപ്പലക്കുന്നവളുമാരൊക്കെ പുറകെ നടക്കുന്ന തെണ്ടി. നിനക്ക് വെച്ചോണ്ടിരിക്കാൻ എന്റെ കൂടപ്പുറപ്പിന്റെ പേരെങ്ങാനും എട്ടി നുറുക്കി കത്തിക്ക് ഞാൻ. എന്തിനാ വാസനോട് നുണ പറഞ്ഞേ? എടി ഭവാനി, നീയും കൂടെ കേട്ടോ? ശിവൻകുട്ടം വന്ന് നിന്റെ പെങ്ങള് പിഴച്ചവളാന്ന് പറഞ്ഞപ്പോ എന്റെ ചങ്കില് വിച്ചാത്തി കയറിയതാ. ലക്ക് കെട്ടവനോട് എന്തിന് സമാധാനം പറഞ്ഞ് നീ പറഞ്ഞപ്പോ നിന്നെ ഞാൻ വിശ്വസിച്ചു. എല്ലാം നേരായിരുന്നു എനിക്കിപ്പോ ബോധ്യായി. ആ തെണ്ടി നടക്കുന്നതിന്റെ മാറത്തിൽ കയറി നിറങ്ങാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നോടി? ഞാൻ വെറുതെ ഇവിടെ പോയിന്നേ ഉള്ളൂ. പട്ടിക്ക് മീശ വളച്ച അമ്പട്ടൻ എന്താ കാര്യം? എനിക്ക് അയാളെ ഇഷ്ടായതുകൊണ്ടാ. മനുഷ്യ ഭ്രാന്താണോ? അവർക്ക് അവനെ ഇഷ്ടം. അവന് പിടിച്ചു കൊടുത്താൽ എന്താ ഇത്ര പോരായ്മ? ആ ഒറ്റ കണ്ണിനേക്കാൾ ഭേദമല്ലേ? മിണ്ടരുത് പാറു നീ. എന്തായാലും അവന് കുഴപ്പം? ആ ഒറ്റ കണ്ണുകൊണ്ട് അവൻ പണിയുന്ന ചുട്ടരുമ്പോ മാത്രം കണ്ടാ മതി. ലോകത്തിന്റെ പരപ്പൊന്നും കാണണ്ട. എല്ലു മുറിഞ്ഞ് അധ്വാനിച്ചിട്ടായാലും അവൻ നിന്നെ പോറ്റിക്കോളും. 2 കണ്ണുള്ള തെണ്ടി ആരാണെന്ന് അറിയാം നിനക്ക്? ചെല്ലി നടത്തൊക്കെ കൂര പൊക്കി എച്ചിലാക്കി തിന്നുന്നവൻ. കറിച്ചട്ടി കഴിയാ വെളുക്കിലടി. സത്യം അറിയാതെ വാസുവേണ്ടി ഇങ്ങനെ വേണ്ടാത്ത പറയരുത്. മിണ്ടി പോവരുത്. സത്യം ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടതാടി. ആ പേപ്പട്ടി താരം മോളെ ഇളിച്ചോണ്ട് തുളയ്ക്കകത്തോട് ഉണ്ണിയപ്പം വെച്ച് നീട്ടണത്. അതൊക്കെ വെറുതെ കറണ്ട് കിട്ടാൻ വേണ്ടി. അവന്റെ കറണ്ട് സപ്ലൊക്കെ വാസുവിന് മനസ്സിലായി. നിനക്കറിയോ? എന്റെ മാധുവിനെ മാറ്റി പൊട്ടുംപൊടി ചേർത്ത് വെച്ച് നിന്നെ വളർത്തിയതേ ഇരുമ്പടിച്ച് കലങ്ങിയ ചങ്കിലെ സ്നേഹത്തിന്റെ ഒരുപാട് സ്വപ്നങ്ങളായിട്ടാ. നിനക്ക് അവൻ ചേരൂല്ല തത്തേ. അവന്റെ കണ്ണില് നിന്നെ ചേർത്ത് വിളക്കല്ലേ. ആ കണ്ണിയില് കല്ല് വെച്ച് ഞാൻ പ്രതിഷ്ഠിച്ചു പോയി ചേട്ടാ. ഇനി നിനക്ക് ഈ കാശുമാല വേണ്ട. ഇത്രയും കാലം നിന്നെ ചങ്കിലാക്കി വളർത്തിയാൽ എനിക്കിത് കിട്ടണം. എനിക്ക് കിട്ടണം. ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച് ചങ്കിന് വാസന വേണ്ട. എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു നിന്റെ മുഖത്ത് കാണണ്ട. താനല്ലേ രഘുറാം?
നീ ഒരുത്തിനെ ചുറ്റിയേക്ക് ഇടിച്ച് കൊന്നേച്ചും പരോളിച്ചാടി കുറെ കാലമായി മുങ്ങി നടന്ന നിന്നെ ഞങ്ങൾ പൊക്കത്തില്ല എന്ന് കരുതിയോടാ. തെക്കു തുളകാക്കൂ. എന്താടാ അറിഞ്ഞില്ലേ? അവനാ വാലിബൻ കൊല കഴിഞ്ഞ് പരോളിൽ ഇറങ്ങിയവനാ. ഒരുത്തനെ കമ്പിപ്പാരയ്ക്ക് അടിച്ചു കൊന്ന് 2 വർഷമായിട്ട് മുങ്ങി നടക്കുകയാണെന്ന്. പിടിക്കാൻ വന്ന പോലീസുകാരനെ സിനിമയിൽ കാണും പോലെ പറന്ന് ചവിട്ടിക്കൊണ്ടിരിക്കുക. ഇനി അവിടെ നിന്ന് രക്ഷപ്പെട്ട് നമ്മളെ തത്തേങ്ങാനോ അടിച്ചോണ്ട് പോയേക്കോ. എവിടാ നിന്റെയൊക്കെ മറ്റവൻ? പോലീസിനെ വെട്ടിച്ച് റോക്കറ്റ് പോലെ പോയെന്നാ കേട്ടത്. കാണിച്ചിടണം ഞാൻ വർത്തിച്ച് ഞാൻ എന്റെ പെങ്ങളെ നീ പൊറപ്പിക്കല്ലടാ. അതിന്റെ മോനെ അവന്റെ പങ്കെടുന്നത്തോടെ നിർത്തി ഞാൻ. അല്ല വാസുവിനെ ഇന്ന് നീ കൊലയായിട്ട് നടക്കുന്ന നീ പെങ്ങളെ പൊറപ്പിക്കല പറ. അവന്റെ കത്തി വെണ്ണീറാവണം നീ. ഇനി അവന്റെ ഓർമ്മ പോലും ഈ ദേശത്ത് ഉണ്ടാവരുത്. ഇനി അവൻ ഈ മല കയറി വന്ന ഈ കാട് ഞാൻ തീ വയ്ക്കും. അവനെ ചുടാൻ പറഞ്ഞേക്ക്. എന്റെ പാവാടക്കെട്ട് തീ വെച്ചവനാണ് നീ. നിന്നോട് കളിച്ചപ്പോ ഞാൻ കരിയായി, എന്നോട് കളിച്ചപ്പോ കണ്ടല്ല നീ കരിക്കട്ടയായി. നാളെ മുതൽ ഇരുമത്തടത്തിൽ വാലിബന്റെ സ്കോപ്പ് ലെൻസ് ഇംഗ്ലീഷ് കളർ. വാലിബന്റെ കൊണ്ടേ തീ വെച്ച നീതാനേ. കൊല കഴിഞ്ഞ് പരോളും ചാടിയവൻ ആരാടി? നല്ലവനെ ചീറ്റിയോ? ശിവകുട്ടൻ പറഞ്ഞ് ശരിയല്ലേ? അവൻ നിന്നെ പേർപ്പിക്കാൻ വന്നവനല്ലേ? ആ കണ്ണീലറിഞ്ഞ് കല്ല് വെച്ച് പ്രതീക്ഷിച്ചല്ലേ? അവന്റെ ഓർമ്മ പോലും ഈ ദേശത്തുണ്ടാവില്ല. അവന്റെ കൊട്ടയെ കത്തിച്ച് ഭസ്മാക്കിണ്ട് ഞാൻ. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. വിശ്വസിക്കില്ലടി. വിശ്വസിക്കില്ലല്ലോ. അയ്യോ, വേണ്ട. എന്റെ
നിന്റെ തല നടക്കുമ്പോ പറ്റകത്ത് കയറൂടി. നിങ്ങൾ എന്തായി കാണിക്കണ മനുഷ്യ? വേണ്ട, ഇനി നിന്റെ മനസ്സിൽ നിന്ന് ഓർമ്മകൾ അടിച്ചു കഴിഞ്ഞ് പടിയടച്ച പിണ്ടം വെച്ചോ. ഇന്ന് രാത്രി ഞാനൊരു വാക്കത്തി പണിയാ. ഈ മണ്ണിൽ ഞങ്ങൾ കാലുകുത്തുക, അവന്റെ കഴുത്ത് വെട്ടാൻ. ഞാൻ കേട്ടതൊക്കെ നേരാണോ? പറയാൻ അതെ, എല്ലാം നേരായിരുന്നു. ചതിക്കായിരുന്നില്ലേ? അന്ന് നിന്നെ ആശിച്ചോട്ടിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആശിച്ചു പോവാ. നീ പൂഴി വാരി എറിഞ്ഞത് അവന്റെ നെഞ്ചിലാ. ആ നെഞ്ചിൽ സൂക്ഷിച്ച നിധിയായത് നിന്നെ ആദ്യമായി കണ്ടപ്പോ നീ വലിച്ചെറിഞ്ഞിട്ട് പോയ കാപ്പിക്കുരുമാല. അവൾ ആരാണെന്നല്ലേ? ഒരേ ചോരയിൽ പിറന്ന സ്വന്തം കൂടപ്പറപ്പായവള് പങ്കജം. നീ അന്ന് ചോദിച്ച ആ കത്തിലെ അവൾ പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നു. അവള് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയ അവളെ അച്ഛൻ മെഡിക്കൽ കോളേജിൽ ചേർത്തു. മൈസൂരിലെ വെറും ഒരു C ക്ലാസ് തിയേറ്റർ ഓപ്പറേറ്റർക്ക് സ്വപ്നം കാണാവുന്നതിലപ്പുറമായിരുന്നു ചന്ദ്രേട്ടന്റെ മോഹം. കിടപ്പാടം വരെ വിറ്റ് ഒരു വർഷം അവളെ പഠിപ്പിച്ചു. ഏത് പാതിരാക്കും ആർക്കൊരാവശ്യം വന്നാലും അവിടെ ഓടിയെത്തും ചന്ദ്രേട്ടൻ. താൻ വിശ്വസിച്ചിരുന്ന മൂല്യങ്ങൾക്ക് വേണ്ടി കക്ഷി രാഷ്ട്രീയമില്ലാതെ ചന്ദ്രേട്ടൻ പ്രതികരിക്കുമായിരുന്നു. ഒരിക്കൽ സിദ്ധാപൂരിലുണ്ടായ വിഷമദ്യ ദുരന്തത്തിന്റെ കാരണക്കാരായവരെ വിളിച്ചു കൊണ്ടുവരാൻ ഭ്രാന്ത് പിടിച്ചു നടന്ന ചന്ദ്രേട്ടൻ ആപത്തിലേക്ക് കടന്നു ചെല്ലുകയായിരുന്നു. ಗೊತ್ತಾಗಲ್ಲ ದೊಡ್ಡದ ಬಂದ್ಬಿಟ್ಟ ಸಮಾಜ ಸೇವಕರು ಅಂದ್ಬಿಟ್ಟು ನ್ಯಾಯ ಕೇಳಕ್ ಬಂದ್ಬಿಟ್ರು. ಚಾರ್ಜ್ ಒದ್ರೆ ನೋಡು ಸರ್, ಇದಕ್ಕೆ ಸರಿಯಾಗಿ ಉತ್ತರ ಸಿಗೋ ತನಕ ಈ ಚಂದ್ರನ್ ಈ ಜಾಗ ಬಿಟ್ಟು ಹೋಗೋ ಪ್ರಶ್ನೆನೇ ಇಲ್ಲ. ನೀವ್ ಯಾರ ಧೈರ್ಯದ ಮೇಲೆ ಹೀಗೆಲ್ಲ ಆಡ್ತಿದ್ದೀರ ಅಂತ ನನಗೆ ಗೊತ್ತು. ഡിസ്ലേറിയുടെ ഉടമസ്ഥന് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിട്ടും ചന്ദ്രേട്ടന്റെ മുമ്പിൽ അവരൊന്ന് പതറി. ತಾಳ್ಮೆಯಿಂದ ಸ್ವಲ್ಪ ಎಲ್ಲರೂ ತಾಳ್ಮೆಯಿಂದ ಇರಿ. ನಾನು ಹಾರಾಡೋದು ನಿಲ್ಸಿದ್ರು ನಷ್ಟಪಟ್ಟವ್ರ ದುಃಖ ಕಡಿಮೆ ಆಗಲ್ಲ ಸರ್. ಈ ಡಿಸ್ಪ್ಲೇರಿಗೆ ಬಿನಾಮಿ ನೀವೇ ಅಂತ ಈ ಸಿದ್ದಾಪುರದ ಗೋಡೆಗಳಲ್ಲೆಲ್ಲ ಪೋಸ್ಟರ್ ಅಂಟಿಸಿದ್ದಾನೆ ಸರ್, ಅವನಿಗೆ ಮೊದಲೇ ಮೂಳೆಗೆಟ್ಟಿ ಈಗ ಇನ್ನೂ ಕೇಳಲೇಬೇಕಾಗಿಲ್ಲ. ಆಚೆ ಬೆಳೆಸೋಕೆ ಮೂಳೆ ಬೇಕಾಗಿರ್ತ. ಆ ಮೂಳೆ ಯಾಕೆ ಇವನಂದ ತೆಗಿಬಾರದೆ? കൊല കഴിഞ്ഞ് 4-ാം പക്കം അത് ചെയ്യിച്ചതാരാണെന്ന് അറിഞ്ഞു. രാഷ്ട്രീയ സ്വാധീനമുള്ളവന്റെ പിറകെ പോലീസ് അനങ്ങില്ലല്ലോ. അവന്റെ ജീവന്റെ ജീവനായിരുന്ന അച്ഛനെ കൊന്നവനെ തേടി രാവും പകലും നടന്നു അവൻ. ആദ്യം ജീവപര്യന്തമായിരുന്നു. പിന്നീട് കോടതി അത് 5 വർഷമായി കുറച്ചു. അച്ഛന്റെ മരണത്തിന് ശേഷം പെങ്ങടെ പഠിപ്പ് ഉള്ളതെല്ലാം വിറ്റ് അമ്മ 2 വർഷം കൂടെ തള്ളി നീക്കി. ഇനി മുന്നോട്ടൊരടി വെക്കാൻ ആരും സഹായിക്കാനില്ലാതെ പഠിത്തം നിന്നു പോകുമോന്ന അവസ്ഥയിലിരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് പക്ഷാഘാതം പിടിപെട്ടത്. പരോളിലിറങ്ങിയ അവൻ പിന്നീട് മടങ്ങിയില്ല. പൂട്ടിക്കിടന്നൊരു തിയേറ്റർ ഉടമയുടെ കയ്യിൽ നിന്നും ഒരു പ്രൊജക്ടർ വാടകയ്ക്കെടുത്ത് ഞങ്ങൾ ഈ പരിപാടിക്കിറങ്ങി. അവളെ പഠിപ്പിക്കാൻ കാശുണ്ടാക്കാൻ. ആ മനസ്സിന്ന് നിന്നെ ചതിക്കാൻ ഒരു വാക്കുണ്ടാവും തോന്നുന്നുണ്ടോ തത്തെ?
നാളെ അവൾക്ക് MBBS ഡിഗ്രി കിട്ടുന്ന ദിവസമാ. ആ വെള്ള കോട്ടിട്ട് നിൽക്കുന്നത് കാണാൻ മൈസൂർ മെഡിക്കൽ കോളേജിൽ അവൻ എന്തായാലും ഉണ്ടാവും. സാമ്പത്തിക ഞെരുക്കത്തിൽപ്പെട്ട് പഠിത്തം ഒരിഞ്ച് പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പകച്ചു നിന്നപ്പോ സ്വന്തം ജീവിതത്തെ തന്നെ അപായപ്പെടുത്തി എല്ലാ മോഹങ്ങളും സ്വപ്നങ്ങളും വിട്ടെറിഞ്ഞു എനിക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട എന്റെ ഫലമാണ് ഈ വെള്ളക്കോട്ട്. ഈ തങ്കപ്പതക്കം ആ കയ്യിൽ നിന്ന് സ്വീകരിക്കാൻ എന്റെ മനസ്സാഗ്രഹിക്കുന്നു. What's his name? രഘുറാം. Mr. Raghuram, please come on stage. ഇക്കാലമത്രയും എനിക്ക് അയച്ചിരുന്ന പണത്തിൽ നിന്നും സ്വരുക്കൂട്ടി വാങ്ങിയ ഈ സമ്മാനം ഞാൻ ഈ സദസ്സിന്റെ മുമ്പിൽ വെച്ച് കൊടുത്തോട്ടെ? Sure, why not? എന്റെ അപ്പനെ കൊന്നവനാണ് ഞാൻ കൊന്ന്. നിന്റെ പെങ്ങളെടുത്തിന്റെ ചങ്കിൽ വെച്ചേന് എന്റെ തലയ്ക്കാ നീ വാക്കത്തി പണിത്. അപ്പൊ അവസാനം നീ വന്നൂല്ലേ? ഇങ്ങനെ മാറി സാറേ, നിന്റെ കോതമംഗലം നോക്കി ഒന്ന് തന്നാലുണ്ടല്ലോ. നീ ഇട്ടിയവരുടെ ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ, എന്റെ മറ്റേ മുഖം നീ കണ്ടിട്ടില്ലല്ലോ. നീ ചിരിക്കുക, കൊല്ലു ഞാൻ. കയ്യും കാലും പിടിച്ച് കരഞ്ഞു പറഞ്ഞിട്ടാ നിനക്ക് പരോള് തന്നത്. ആ ഇട്ടിയവരെ കിട്ട് തന്നെ നീ ഇരുട്ടടി തന്നാലടാ. എന്റെ പൊന്നിട്ട് സാറേ, എന്റെ പെങ്ങടെ നാളെ മൈശേറ്റിന്റെ അടുത്ത് ചെല്ലുമ്പോ ബാക്കി 3 വർഷത്തിന്റെ കൂടെ ഒന്നുകൂടെ ഉറപ്പിച്ചോ. എന്റെ ഇട്ടി സാറേ വേണോന്ന് വിചാരിച്ചിട്ടല്ല, എന്റെ പെങ്ങടെ പഠിപ്പിന്റെ കാര്യം ആയതുകൊണ്ടാ. ശ്രീധരൻ മാഷ് പറഞ്ഞില്ല? 2 ദിവസം മുമ്പ് ശ്രീധരൻ മാഷ് വന്ന് പറഞ്ഞോണ്ട് കഴിഞ്ഞ 2 വർഷം പൊക്കത്തിരിക്കുന്നവന്റെ വാക്കകത്ത് പുളിച്ചത് കേട്ടതിന്റെ ഉളുപ്പ് മാറും. അതില്ല. ഇതേതടാ ഈ വെടിമരുന്നരച്ച അമ്മിക്കോഴ? അയ്യോ ഇട്ടി സാറേ, വലിയ പെരുങ്കൊല്ലനാ. ഉണ്ടാക്കിയ വാക്കത്തേക്ക് ഒന്നാ വെട്ടിയ അരി ഇടിക്കണ ഒലക്ക 2 തുണ്ട. ആ കൊമ്പ് കെട്ടി എന്റെ വായത്തിൽ അങ്ങോട്ട് കാണിച്ചു കൊടുക്ക് വാസുവേട്ടാ. ഇട്ടി സാറൊന്ന് ഞട്ടട്ടെ. നിന്റെ കൊമ്പ് കെട്ടിയ മുതല് കണ്ടിട്ട് ഈ ഇട്ടി സാറൊന്നും ഞെട്ടട്ടേന്ന്. നീ നിന്റെ സാധനം എടുക്കടാ. കാട് വെട്ടാനും മനുഷ്യനെ വെട്ടാനും കുറെ വാക്കത്തികൾ പണിതു ഞാൻ. അവസാനം ഇവന്റെ തലയ്ക്ക് പേര് കൊത്തി വാസൊരു വാക്കത്തി പണിതു കൊല്ലാൻ. ഇവന്റെ ചങ്കിലെ സ്നേഹത്തിന്റെ മൂർച്ചയ്ക്ക് മുമ്പില് അടിച്ച് പദം വരുത്തി ഇരുമ്പന്റെ വായത്തലയ്ക്ക് കാലണ വിലയില്ലേ സാർ. ഇവനെ ഞാൻ ഉരുക്കിയടിച്ച് ഒരു കൈക്കോട്ട് പണിയാ കിളയ്ക്കാൻ.
ഇനി വാസു പണിത വാക്കത്തി ഈ ഭൂലോകം കാണില്ല. മതി നടക്കടാ.